പരിശുദ്ധമായ ഖുർആനിന് ദാമ്പത്യ ജീവിതത്തിന് അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് മനോഹരമായിട്ടുള്ള ഒരു ഉപമ അള്ളാഹിന്റെ ഖുർആന് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധമായ ഖുർആന് ദാമ്പത്യത്തെ ഉപമിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു പദപ്രയോഗത്തിലൂടെയാണ്. അള്ളാഹു ഖുർആനിൽ പറയാണ്, ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന. വളരെ വലിയ വിശാലമായിട്ടുള്ള അർത്ഥമുള്ള മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് ഈ ഉപമ. അള്ളാഹു പറയുന്നത്, ഹുന്ന ലിബാസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്കുള്ള വസ്ത്രമാണ്. അതുപോലെ തന്നെ വ അൻതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവർക്കുള്ള വസ്ത്രമാണ്. ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും വസ്ത്രങ്ങളാണ് എന്ന് പരിശുദ്ധമായ ഖുർആന് ദാമ്പത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു താല ഇവിടെ പറയുന്നത് പരസ്പരം വസ്ത്രങ്ങളാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തെ മനോഹരമാക്കുന്ന, ജീവിതത്തെ ഭംഗിയാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഭാര്യയും അതുപോലെ തന്നെ ഭർത്താവും. ഒരാളുടെ കുടുംബജീവിതത്തെ മനോഹരമാക്കേണ്ടുന്ന ജീവിതത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഭാര്യയും ഭർത്താവും എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം ഈ വസ്ത്രം എന്നുകൊണ്ടുള്ള ഒരു ഉപമ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തോട് ഏറ്റവും ഒട്ടിക്കിടക്കുന്നത്, ഒരു മനുഷ്യന്റെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നത് അവന്റെ വസ്ത്രമാണ് എന്നതുപോലെ തന്നെ ഒരാളുടെ ശരീരത്തോട്, അവന്റെ മനസ്സിനോട് ഏറ്റവും കൂടുതൽ ഒട്ടിക്കിടക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ്. ഭാര്യയുടെ ഭർത്താവും ഭർത്താവിന്റെ ഭാര്യയുമാണ് പരസ്പരം ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കേണ്ടത് എന്നതുകൂടി ഈ പരിശുദ്ധമായ ആയത്തിന് നമുക്ക് അങ്ങനെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു വസ്ത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നാണം മറക്കാനുള്ള, അഴക് എന്നതിനപ്പുറം നാണം മറക്കാനുള്ള വസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അതാണല്ലോ. നാണം മറക്കുക, നഗ്നത മറക്കുക എന്നുള്ളതൊക്കെയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വല്ല പാടുകളോ അല്ലെങ്കിൽ മുറിവിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ പോലും നമുക്ക് ഈ വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താം. എന്ന് പറഞ്ഞതുപോലെ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന രഹസ്യങ്ങളെ അത് പരസ്യമാവാതിരിക്കാൻ പരസ്പരം അത് പരസ്യമാക്കാൻ പറ്റാത്തവരാണ്, അതായത് രഹസ്യങ്ങളെ രഹസ്യമായി തന്നെ സൂക്ഷിക്കേണ്ടവരാണ് ദമ്പതികളെന്നും ഈ ആയത്തിന് വിശാലമായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ച ഹുന്ന ലിബാസുല്ലക്കും അൻതു ലിബാസുല്ലഹുന്ന എന്നുള്ള ഈ മനോഹരമായിട്ടുള്ള ഉപമ, പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ഉപമകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉപമിച്ച മനോഹരമായ ഉപമകളുടെ കൂട്ടത്തിലുള്ള ഒരു ഉപമയാണ് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ഒരു വചനം. അള്ളാഹു താല നമ്മുടെയൊക്കെ ദാമ്പത്യങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.